വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് 19-കാരിയുടെ മരണവാർത്തയും കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ തുടർച്ചയാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നമ്മൾ കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തച്ചൻ പാറമാൻകോട് സ്വദേശി ഈറ്റാണി വീട്ടിൽ സജി ജോസഫിൻ്റെ മകൾ സാനിയ എന്ന 19-കാരിയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ചെന്നൈ SRN കോളേജിൽ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സാനിയ. ഉപരിപഠനത്തിനായി പെൺമക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ ഓരോ മാതാപിതാക്കളുടെ മനസ്സിൽ എപ്പോഴും ആശങ്കയുണ്ടായിരിക്കും. അതിനിടയിൽ ഇത്തരത്തിലുള്ള മരണവാർത്തകൾ കൂടി കേൾക്കുമ്പോൾ അത് ആശങ്കകൾ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അവധിക്കായി മകൾ നാട്ടിലേക്ക് വരുന്നതും കാത്ത് ഉറക്കമൊഴിഞ്ഞിരിക്കുകയായിരുന്നു അമ്മ ബിൻസി. ഏതൊരമ്മമാരെയും പോലെ മകളെ ഒരു നോക്ക് കാണാനും അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പാകം ചെയ്ത് നൽകാനും വേണ്ടി ആ അമ്മ കാത്തിരുന്നിട്ടുണ്ടാകും. പക്ഷേ വിധി വീട്ടിലേക്ക് മകളെ എത്തിച്ചത് ചേതനയേറ്റ ശരീരമാണ്. അവധിയായതിനാൽ കഴിഞ്ഞ ദിവസമാണ് സാനിയ ചെന്നൈയിൽ നിന്നും പാലക്കാട്ടേക്ക് ട്രെയിനിൽ കയറുന്നത്. അവിടെ നിന്നും ട്രെയിനിൽ കയറുന്ന വിവരം വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് സാലിയ യാത്ര ചെയ്തിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 സാനിയയ്ക്ക് യാത്രാക്ഷീണം അനുഭവപ്പെടുകയും ശുചിമുറിയിലേക്ക് പോകുക. എന്നാൽ ശുചിമുറിയിലേക്ക് പോകാനായി വാതിലിന് സമീപം എത്തുമ്പോൾ പുറത്തേക്ക് തെന്നി വീണാണ് അപകടം സംഭവിച്ചത്. അത് പ്രാഥമിക വാർത്തയാണ്. സേലത്തിനടുത്തുള്ള മഗ്നസൈറ്റ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ചെന്നൈയിൽ നിന്നും പാലക്കാട് വരെയുള്ള ടിക്കറ്റ് സാനിയയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. യുവതി ട്രെയിനിൽ നിന്നും വീഴുന്നത് കണ്ട യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചെത്തുമ്പോഴേക്കും യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സമീപകാലങ്ങളിലായി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ് ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ പാലങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളവുകളിലൂടെയോ പോകുമ്പോൾ ആടിയുലയാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്താണ് നമ്മൾ ശുചിമുറിയിലേക്ക് പോകുന്നതാണെങ്കിൽ തുടർന്ന് കിടക്കുന്ന വാതിലിന് സമീപത്തെത്തുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശുചിമുറിയുടെ സമീപത്ത് പോകുമ്പോൾ ട്രെയിനിൻ്റെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് മാത്രം പോകാനായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രെയിനിലെ വാഷ് ബേസ് ഉപയോഗിക്കുമ്പോഴും വാതിൽ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എന്നാലും ദിനംപ്രതി ഇത്രയേറെ സംഭവിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.